ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനു. ഇപ്പോഴും മരണം കാട്ടാന ആക്രമിച്ച്. കാട്ടാന തന്നെയും 15 അടിയോളം ദൂരേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞുവെന്ന് ബിനു മൊഴി നൽകി. തന്നെ കേസിൽ കൊടുക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ബിനു ആരോപിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഈ ആന പടത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ചാടി വന്നാണ് ഇവിടെ അടിച്ച് തെറിപ്പിച്ചിടുകയും എന്നാൽ ഞാൻ ഇവിടെ ആന അടിച്ച് തെറിപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ആനക്കിട്ട് അടിച്ചു. കൈകൊണ്ട് ആനക്കിട്ട് അടി കൊടുത്തു. കൈകൊണ്ട് രണ്ടടി കൊടുത്തു. രണ്ടടി ആനക്കിട്ട് കൈകൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞത് അപ്പുറത്ത് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ചു വീണു. ആ എറിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് കിടന്നിടത്തിലോട്ട് തിരിഞ്ഞ് പോകുന്ന ഞങ്ങൾ. അതിന് എന്താ സംഭവിച്ചു, ഇവിടെ തിരിച്ച് ഔട്ടോ അല്ലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഈ വീണ കൊടുത്തു. ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം. ആൽവിൻ, ഈ ഭർത്താവ് ബിനു പറയുന്ന അനുസരിച്ച് വെള്ളിയാഴ്ച സീതയും മക്കളും വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകുന്നു. അവിടെ വെച്ച് കാട്ടാൻ ആക്രമണം ഉണ്ടാകുന്നു, സീത മരിക്കുന്നു, ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബിനുവിന്റെ ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിവെക്കുന്ന തരത്തിലല്ല കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ വീണ്ടും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോലീസിന്റെ വനംവകുപ്പിന്റെ ഒക്കെ നീക്കുന്നത്? ശ്രീലക്ഷ്മി, അതാണ് ഇതിലേറ്റവും പ്രധാനം. അത് തന്നെയാണ്, ഈ മരണത്തിലെ ദുരൂഹത ഒഴിയുന്നില്ല. ഇത് ആദ്യം ഭർത്താവ് ബിനു പറഞ്ഞതുപോലെ ആണ് അദ്ദേഹം ഇന്നും വീണ്ടും ആവർത്തിക്കുന്നത്. അതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നേരെ വൈരുദ്ധ്യത്തോടെ വന്നിട്ടുള്ളത്. അതൊരു കൊലപാതകം എന്ന നിലയിൽ കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ പ്രാഥമിക വിവരങ്ങളുണ്ടായും പുറത്തു വന്നത്. അത് സ്വാഭാവികമായി വാരിയലൊക്കെ ഒടിയുകയും അതിശക്തമായി തല നിലത്തിലിടിക്കുകയും അല്ലെങ്കിൽ പ്രതലത്തിലിടിക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലാണ് കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അത് കൊലപാതക രീതിയിൽ തന്നെയാണ് അത്തരത്തിലുള്ള മുറിവുകളും ക്ഷതങ്ങളും ഏൽക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒരു നിഗമനം. പക്ഷേ പോലീസ് ഇതിൽ നിന്ന് ഇപ്പോഴും വ്യക്തത നമുക്ക് നൽകുന്നില്ല. പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായൊരു വ്യക്തത നമുക്ക് നൽകുന്നില്ല. ഇതിൽ ദുരൂഹത ഇല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. അതേസമയം വനംവകുപ്പ് പറയുന്നത് ഇത് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഒരു വന്യജീവി ആക്രമണത്തിൻ്റെ രീതിയല്ല ഈ ശരീരത്തിലെ മുറിവുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടം ആവശ്യമുണ്ട്, വളരെ സൂക്ഷ്മമായ പോസ്റ്റ്മോർട്ടം നടപടികൾ ആവശ്യമുണ്ട് എന്നുള്ളത് വനംവകുപ്പ് നിലപാടെടുത്തിരുന്നു. ഇന്നലെ കോട്ടയം DFO നമ്മളോട് പ്രതികരിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. ഇതിൽ ഒരു കൊലപാതക സൂചന ഉണ്ട്, അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ ആക്രമണം തരത്തിലല്ല ഈ മുറിവുകളൊക്കെയും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആ പ്രതികരണമൊക്കെയും വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ബിനു വീണ്ടും നമ്മളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നത് ഇത് കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു, വനത്തിനുള്ളിൽ വെച്ച് തന്നെയും കാട്ടാന ഏതാണ്ട് 15 അടിയോളം തുമ്പിക്കൈക്ക് അടിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ അടിച്ചെറിഞ്ഞെങ്കിൽ വലിയ ഗുരുതരമായ പരിക്ക് ഏൽക്കേണ്ടതുണ്ട് സ്വാഭാവികമായും. അത് ബിനുവിന് അത്രത്തോളം പരിക്കുകളില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാര്യം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പരിക്കുണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കൊണ്ടുപോയി പരിശോധിപ്പിച്ചിരുന്നു. കാര്യമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശദമായൊരു പരിശോധന ഈ പ്രദേശത്ത് നടക്കുകയാണ്. അതായത് പ്ലാക്കത്തറം തോട്ടാപ്പുരയ്ക്കകത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വനമേഖലയിലേക്ക് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഫോറൻസിക് സംഘവും പോലീസും വനംവകുപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധന നടത്തുന്നത്. ആ സംഭവ സ്ഥലത്തെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളാവും പോലീസ് തുടർന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ബിനു ഇന്നലെ മുതൽ നിരീക്ഷണത്തിലാണ് എന്ന തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ബിനു ഉള്ളത്. പക്ഷേ ഈ ബിനുവിൻ്റെ വാദം അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കാട്ടാന ആക്രമണത്തിലാണ് ഈ മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബിനു പറയുന്നത്. ഇതിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി തന്നെ ഇത് പുറത്തു വരണം. ഇതിൽ പോലീസിന്റെ തുടർ നടപടികൾ എന്ത് എന്നുള്ളത് വ്യക്തമാവുകയും വേണം. അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെയാണ് ഈ പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ ആദ്യം അതൊരു കാട്ടാന ആക്രമണമായി എന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നു. പിന്നാലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ വരുന്നത്. ഭർത്താവ് ഇപ്പോഴും വാദത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ്.